ഞാൻ ഒരുപാട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഈ പോലീസുകാർ കടിച്ചതിനെതിരെ പത്രസമ്മേളനം നടത്തുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഇവിടുത്തെ പഠിപ്പിച്ച ഏത് ക്യാമ്പിലാണ് കടിക്കാൻ ട്രെയിനിങ് കൊടുക്കുന്നത്? നിങ്ങൾ DGPയോട് ചോദിച്ചു നോക്കണം. സമരം ചെയ്യുന്നവരെ കടിച്ചു തോൽപ്പിക്കണം എന്ന് പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഏത് ക്യാമ്പിലാണ്? അങ്ങനെയാണെങ്കിൽ അറിയണമല്ലോ. അങ്ങനെ ട്രെയിനിങ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ ട്രെയിനിങ്ങിനെതിരെ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്കറിയാം. ഇനി വേറൊരു കാര്യം ചെയ്യട്ടെ, ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ജോലിയുള്ളൊന്ന് ഷെൽട്ടർ പണിയൊക്കെയാണ്. ഞങ്ങൾ ചിലപ്പോൾ ഷെൽട്ടർ പണിയേണ്ടി വരും ഈ കടിക്കുന്നവർക്ക് വേണ്ടി. അതിൻ്റെയൊക്കെ വിഷ്വൽസ് ഉണ്ട്. മാത്രമല്ല, പുരുഷ പോലീസുകാർ കടിച്ചു എന്നാണ് ഈ വിക്ടിംസ് പറയുന്നത്. അത് പരിശോധിക്കണം. അവരൊക്കെ തന്നെ ചികിത്സയിലാണ്. അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പോലീസ് സംവിധാനം ഇത്രയും പ്രാകൃതമായ ഒരു അവസ്ഥയിലേക്ക് പോയാൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ശക്തമായിട്ട് പ്രതിഷേധമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് നേരെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ പ്രവർത്തനത്തിൽ മേയർ എന്നുള്ള നിലയ്ക്ക് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. രാഷ്ട്രീയം ഭരണപരവുമായി ഏതൊക്കെ തരത്തിൽ ഇടപെടാൻ പറ്റുമോ ആ തരത്തിലൊക്കെ ഇടപെടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭ്രാന്തമായിട്ടുള്ള ആവേശം കാണിക്കുന്ന പോലീസുകാരെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല.